എന്ത് എനിക്ക് ഇതിന്റെ മോന്ത കണ്ടിട്ട് എന്തോന്നിടേ ചെയ്തു വെച്ചിരിക്കുന്നത്. എനിക്കിത് കണ്ടിട്ട് മറ്റേ ജോസഫിലെ പാട്ടാണ് ഓർമ്മ. ഏത് പാട്ട്? പണ്ട് പാടവരമ്പത്തിലൂടെ ഒരു ഓലക്കുടയും എടുത്ത് ചെറുഞാറ് നടുന്നൊരു കാലത്ത്. എന്തോടെ ഇത് ഉണ്ടാക്കി? ഞാറ്. ഇത് അവനോട് ഞാൻ അപ്പോഴേ പറഞ്ഞതാ, ഇത് പണിയായി പോകുന്നു. അവനോട് ഞാൻ പറഞ്ഞ് പഴയ ഡിസൈൻ മാറ്റി പുതുക്കാൻ വേണ്ടി പറഞ്ഞു. എന്ത് ചെയ്ത്? പുതുക്കി 2 വയലിലേക്കിട്ടുള്ള വരമ്പുകൾ അകലെ കൂട്ടി പുതിയൊരു മട വെട്ടി വെച്ചത്. എന്ത് ചെയ്യാൻ, എന്റെ ഐഡിയ ആയി പോയി. നിങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞാൻ വേറെ കാര്യം ഓർത്തത്. ഞാൻ അവിടെ നിന്നോട്ട് ഇങ്ങനെ മുടിയൊക്കെ വെട്ടി താടിയൊക്കെ ഷേപ്പ് ഇടുന്നപ്പോഴത്തേക്ക് അവിടെ ഒരു പാട്ട് ഇട്ടായിരുന്നു. ആ പാട്ട് ഞാൻ ഇടയ്ക്ക് കേട്ടുന്നപ്പോൾ ശരിയാണ്, പഴയ പാട്ടാണ്. പക്ഷെ അതിലൊരു വരിയുണ്ട്. ഏതെന്നറിയോ? ഗോക്കളെ മേച്ചും കളിച്ചും ചിരിച്ചും, ഗോക്കളെ മേച്ചും കളിച്ചും ചിരിച്ചും കേളികളാടി വനമാലി. അത് പടം ഏതായിരുന്നു? സർഗത്തിലെ സർഗത്തിലെ നല്ല സൂപ്പർ പാട്ട്. ഇതുപോലത്തെ കുറെ സെമി ക്ലാസിക്കൽ കുറെ സാധനങ്ങളുണ്ട് നമ്മള് ചിന്തിക്ക് പോലും ചെയ്യാത്ത തരത്തിലുള്ള. നമ്മളെ മഴവില്ലൊരു പാട്ടുണ്ട്. മഴവില്ല് ശിവദം ശിവനാം തിരുവാട്ടി. അത് സെമി ക്ലാസിക്കൽ പാട്ട്. സെമി ക്ലാസിക്കൽ എനിക്ക് ആ പാട്ട് ഇഷ്ടമല്ല കേട്ടാ. അത് മനോഹരമായ പാട്ടല്ലേ, വളരെ മനോഹരമായിട്ടാണ് പാടിയിരിക്കുന്നത്. ശിവദം. എനിക്ക് ആ പാട്ട് ഇഷ്ടമല്ലെന്ന്. എനിക്ക് ആ പാട്ട് ഇഷ്ടമല്ല. അത് പാട്ട് നിങ്ങൾക്ക് കടിച്ച ഇങ്ങനെയൊക്കെ ചോദിക്കണേ. ഞാൻ പിന്നെന്താ പറയട്ടെ, ഒരാൾക്കൊരു പാട്ട് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അതിനൊരു കാരണമില്ലേ? നമുക്ക് ഇഷ്ടപ്പെടുന്നതിന് കാരണം ചിലപ്പോൾ വേണമെന്നില്ല. കാരണം ഒരാൾ സംഭവം കൊണ്ട് ഇഷ്ടപ്പെട്ടൊരു പാട്ടുകൾ ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ കൃത്യമായിട്ട് അതിന് കാരണം ഉണ്ടാവണമല്ലോ, എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത്. എനിക്ക് ആ പാട്ട് ഇഷ്ടമല്ല. ഞാൻ പാടിന്റെ കുഴപ്പമാണ്. എന്നാൽ ഞാൻ വേറെ കൂട്ടി പാടാം. ശിവദം. നിന്നോട് ഞാൻ പറഞ്ഞില്ല ചുമ്മാ കൊള്ളില്ല, ആ പാട്ട് കൊള്ളില്ല. എന്തൊരു കഷ്ടമാടാ ദൈവമേ. എന്തൊരു പാട്ടത്? ശരി, ഞാൻ പാടുന്നില്ല. അല്ല, വേറെ എന്തുമാത്രം നല്ല പാട്ടുകൾ നടക്കും. ഞാൻ പാടുന്നില്ല, ഉണ്ടായിരുന്നാ പോലെ. എന്തോ പറയാനാ ഓരോ വള്ളികൾ. എനിക്ക് കേൾക്കുമ്പോ തന്നെ ഒരു വല്ലാത്തൊരു ശേഷം. എനിക്ക് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല കേട്ടാ, ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. എനിക്ക് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലെന്ന്. കാരണമൊന്നുമില്ല. ഇഷ്ടപ്പെടാതിരിക്കാൻ എന്തെങ്കിലും കാര്യം വേണ്ടേ? ഞാൻ നേരത്തെ ഒരു പാട്ട് പാടിയപ്പോൾ നിങ്ങൾക്ക് അതിന് ഇഷ്ടപ്പെട്ട ഇല്ലല്ല? അതിനെന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞത് എന്താണ്? ഒരു പാട്ട് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല, എനിക്കതിന് കാരണം പറയാനില്ല. അതുപോലെ എനിക്കും കാരണം പറയാനില്ല, എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല. എനിക്ക് ഇഷ്ടപ്പെടാൻ കൂടെ.